അവിടെ എത്തുമ്പോൾ അവന് ആവശ്യമുള്ളത് തന്നെ അവന് ഓർമ്മിപ്പിക്കാനുള്ള സിസ്റ്റം നമ്മൾ ചെയ്യും. നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കാം. അതെ, നമുക്ക് വാങ്ങിക്കുന്നിടത്തും തന്നെ എനിക്ക് സിസ്റ്റം കിട്ടും. ഒരു പർച്ചേസർ എങ്ങനെയാണത് പർച്ചേസ് ചെയ്തത് എനിക്ക് കിട്ടും. കാരണം അയാൾ എവിടെ നിന്നൊക്കെയാണ് കൊട്ടേഷൻ പ്രൈസ് എടുത്തിട്ടുള്ളത്, എവിടെയാണ് ഏറ്റവും കുറവ്, അവനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റയിലൂടെ നിയന്ത്രിക്കാൻ പറ്റും. എക്സാക്ട്ലി. അപ്പൊ ആരെയും പർച്ചേസിനൂടാ. കസ്റ്റമർ ഈ അപ്രോച്ച് അല്ല. കസ്റ്റമർക്ക് അവിടെ നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്, നമ്മൾ അവർക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട്. മറ്റത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് സാധനം, നമ്മളുടെ ആവശ്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു, ആ സാധനം നിങ്ങൾ വേറെ ഒന്നും തരണ്ട, ഒരു വാല്യൂ ആയിട്ടോ ഒരു സാധനം തരണ്ട, ഈ സാധനം എനിക്ക് പ്രൊഡക്റ്റ് മാത്രം തരിക എന്നുള്ളതാണ്. പക്ഷേ ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഉണ്ട്, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉത്സവത്തിൻ്റെ ഒക്കെ പറമ്പിൽ ചെല്ലുന്ന സമയത്ത് ഐസ് വാങ്ങിക്കണം, എന്തോ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ അവർ ഒന്നും ആവശ്യമില്ല, അവിടെ ആ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആ ഒരേ ക്വാളിറ്റിയിൽ അപ്പുറം വെച്ചിട്ടുണ്ടെങ്കിൽ വില കുറച്ചുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ ആളുകൾ ഹാപ്പിയാണ്, പോകും. പക്ഷേ നമ്മളുടെ മറ്റുള്ള ബിസിനസ്സിലൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ കസ്റ്റമർക്ക് വേറൊരു ടച്ച് ആവശ്യമുണ്ട്, ഒരു പേഴ്സണൽ ടച്ച് ആവശ്യമുണ്ട്. കാരണം അവരവിടെ ആ ഫിയർ ഫാക്ടേഴ്സ് ആയിട്ട് ഇവൻ എന്നെ പറ്റിക്കുകയോ, ശരിയാണ് ഈ കസ്റ്റമർ ബാർഗൻ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്, ഇവൻ എന്നെ പറ്റിക്കുകയാണോ എന്നുള്ള തോട്ടാണ്. ഈ തോട്ടിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പല സ്ഥലങ്ങളിൽ കയറി ചോദിക്കുന്നത്, പല ഷോപ്സിൽ കയറി ചോദിക്കുന്നത്. നമ്മളോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കും, ഇൻഫർമേഷനൊക്കെ എടുത്തു, നമ്മൾ കുറേ സമയം കൊടുത്തു, ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് അടുത്ത ആളെടുത്ത് പോകും. അപ്പോൾ അവർക്ക് അറിയാം, പകുതി അറിയാം. അതെ, അവിടുന്ന് ചോദിക്കും, അവിടുന്ന് അവർ അത്രയൊന്നും സമയം സ്പെൻഡ് ചെയ്യില്ല, ഇവിടെ സമയം പോയിട്ടുണ്ട്, ഇവിടെ ഒരു കോസ്റ്റ് വന്നിട്ടുണ്ട്, അവിടുന്ന് അവർ കുറച്ച് ഇൻഫർമേഷൻ കൊടുക്കും, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോകും. ഇങ്ങനെ ഒരു നേച്ചർ കസ്റ്റമർ കാണിക്കുന്ന കസ്റ്റമർ നേച്ചർ ഉണ്ട്. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നമ്മളുടെ സിസ്റ്റത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊരു കോമൺ നേച്ചറാണ്. ഒരു വിഭാഗം കസ്റ്റമേഴ്സിന്റെ ഇൻഫർമേഷൻ എടുത്തിട്ട് പോവുക എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അത് മറികടക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് അവിടെ ഓഫീസിൽ ഈ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യുന്നത്? കാരണം ഇത് നെഗോഷിയേഷൻ അല്ല. ഇവര് പ്രൈസ് അന്വേഷിച്ച് വരുന്ന ആളുകൾ വളരെ ഉണ്ട്, ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരിക്കും. കാരണം ഇന്ന് പഴയ പോലെയല്ലല്ലോ, വെറുതെ ഒന്ന് ടെലിഫോണിൽ അടിച്ചാൽ പോലും ഏത് കോസ്റ്റ്, ഏതാണ് പ്രൈസ് കൂടുതൽ കുറവ്, എന്താണ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പ്രൈസ് എന്ന്. ഈവൻ നമ്മുടെ ഷർട്ട് പോലും ഇപ്പോൾ ഒരാൾക്കൊന്ന് റൗണ്ട് അടിച്ചാൽ ഇത് എവിടെയൊക്കെയാണ് ഇതിൻ്റെ തുണിയുടെ വില എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ഗ്രൂപ്പ് വരുന്നുണ്ട്. അവർക്ക് സർവീസ് തന്നെയാണ് വെച്ചിട്ട് തന്നെ നമുക്ക് വിൽക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്, ഒരു കസ്റ്റമർ പോലും പോവരുത് എന്ന് ആലോചിക്കുന്നിടത്താണ് ബിസിനസ്മാൻ്റെ വിജയം. ഇതിൽ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്, അല്ലാതെ 100% ഇതിൻ്റെ പിന്നാലെയാണെന്നോ ഇതിൽ പോകുന്നില്ല അല്ലെങ്കിൽ 100% ഇതാണെന്നല്ല പറയുന്നത്. ഇങ്ങനെ ഒരു കസ്റ്റമർ പോയാൽ പോലും ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചോളം അവന് ടെൻഷൻ തന്നെയാണ്. അത് ഞാനൊരു സെയിൽസ്മാനെ സംബന്ധിച്ചോളം അല്ല, സെയിൽസ്മാൻ അത് വിൽക്കണം, അതിൻ്റെ മുകളിലേക്ക് വിൽക്കണം, അവൻ്റെ ടാലൻസും ട്രെയിനിങ്ങും സ്കില്ലും ഒക്കെ ഉപയോഗിക്കണം. സെയിൽസ്മാൻ അത് ചെയ്തേ പറ്റൂ. പക്ഷെ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചോളം ഒരു കസ്റ്റമർ അതിൻ്റെ, പക്ഷെ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഫാക്റ്റ് അല്ലേ കസ്റ്റമർ പോകും എന്നുള്ളത്. കാരണം നമ്മൾ തിയറിറ്റിക്കലി പഠിക്കുന്നത്, ഇപ്പോൾ ഒരു മോളിൽ വരികയാണ്, മോളിൽ കുറേ ആളുകൾ വരുന്നുണ്ട്, ഈ ആൾക്കാരെല്ലാവരും ഇവിടുന്ന് വാങ്ങിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ മുകളിലോട്ട് വരില്ല. ഇത് ഞാൻ പറഞ്ഞ വളരെ ശരിയാ, ആക്സെപ്റ്റ് ചെയ്യണം. ആക്സെപ്റ്റ് ചെയ്താലും ഇതെനിക്ക് കൊടുക്കാനും മീറ്റ് ചെയ്യാനും കഴിയണമെന്നൊരു മൈൻഡ് സെറ്റ് വേണം. അതായത് ഞാൻ അതിങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും എനിക്ക് അവരെ കൂടെ എൻ്റെ കൂടെ നിർത്താൻ പറ്റുമെന്നുള്ളത് നിരന്തരം ശ്രമിക്കുകയും പഠിക്കുകയും ചെയ്ത് നിൽക്കുന്നിടത്താണ് നമ്മൾ വളരും. അത് നല്ല കാര്യമാണ്, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അതാണ് ഒരു പക്ഷേ ഞാൻ എന്നെ കൊണ്ടൊക്കെ കൃത്യമായൊരു പർച്ചേസ് സിസ്റ്റവും ഇതൊക്കെ കൊണ്ടുവന്ന് എൻ്റെ കസ്റ്റമേഴ്സ് ഒരിക്കലും ചതിക്കപ്പെടാൻ പാടില്ല, വില കൂടാൻ പാടില്ല എന്ന് തന്നെയാണ്. അല്ല, നമുക്ക് മാക്സിമം ചതിക്കപ്പെടുന്നതായിട്ട് അതിന് ബന്ധമില്ല. അതെ, ഉണ്ട്. പ്രൈസിൽ മാത്രമല്ല എൻ്റെ കസ്റ്റമേഴ്സ് ഇനി അറിയാം. ഇപ്പം ഇവിടെ തന്നെ പല സാധനങ്ങളും ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ UAE കുറിച്ച് തന്നെ നമുക്ക് പറയാം. UAEയിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ്, അതായത് ഒറിജിനലി ഉള്ള പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത അറിയാൻ, ഒറിജിനൽ ആണോ എന്ന് അറിയാൻ ഏറ്റവും ഈസി എന്താണ്, അതിന് TDRA ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവിടുത്തെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ് TDRA, അതായിരിക്കും ഒറിജിനൽ സാധനം. അതില്ലാത്ത സാധനങ്ങൾ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. ഇത് നോക്കാതെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കസ്റ്റമർ പിന്നെ ഞാനത് വിറ്റാൽ ഞാൻ എന്ത് ചെയ്തു, അവരെ പറ്റിക്കാണല്ലോ. ഞാൻ അതാണ് ചതിക്കപ്പെടാതിരിക്കണത്. ഇതേ സാധനം തന്നെ ഇപ്പോൾ 100 രൂപക്ക് വിൽക്കുന്ന സാധനം 95 വിത്തൗട്ട് TDRA വിൽക്കുന്നുണ്ടാവും.
എൻ്റെ കസ്റ്റമർ 5 ദിർഹംസിനാണ് അവിടെ പോയി നിന്ന് വാങ്ങുന്നത്. അപ്പം ഇവരത് എഡ്യൂക്കേറ്റ് ചെയ്യണം. ഞാൻ കൊടുക്കുന്ന സാധനം ഒറിജിനലാണെന്നും ഇതിന് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രൈസാണെന്നും നമ്മളെന്ത് ചെയ്യണം, അവർക്ക് അത്രയും സെക്യൂരിറ്റി കൊടുക്കണം. കൊടുക്കാൻ കഴിയും, നമുക്ക് പല രീതിയിൽ കൊടുക്കാൻ കഴിയും. അതിന് വാല്യൂ ആഡഡ് ആയിട്ട് തന്നെ പർച്ചേസിംഗ് പവർ എത്രത്തോളം കൂട്ടുന്നു അത്രത്തോളം നമുക്ക് മാർജിൻ ഉണ്ട്. നമ്മൾ പ്രോഫിറ്റിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, നമുക്ക് വില എത്രത്തോളം കുറയ്ക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പം പ്രോഫിറ്റ് മാർജിൻ നമുക്ക് അവിടെ ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈ ഡിഫറൻസ് കൊണ്ടുവരിക. മേ ബി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസിനുള്ള വോളിയം ആവാം, അല്ലെങ്കിൽ ഒരു കൺസോഷ്യം പോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ബൾക്ക് പർച്ചേസസ് ആവാം. ഇങ്ങനെയൊക്കെ മെത്തേഡ്സ് നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കസ്റ്റമേഴ്സിനെയും, നമ്മളുടെ സ്ഥാപനത്തിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അല്ലല്ലോ. എന്താണ് ക്രൈറ്റീരിയ? അല്ല, നമ്മളെ സ്ഥാപനത്തിൽ വരുന്ന ഇപ്പം ഇതിന് അന്വേഷിച്ച് വരുന്ന ഒരാളുകളുണ്ട്, പ്രൈസിൻ്റെ ഇങ്ങനെയൊക്കെ നോക്കുന്ന ആളുകളുണ്ട്. പലരും പല രീതിയിലാണ് വരുന്നത്. അവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമല്ലോ. പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി വരുന്ന ഒരാളെയും വെറുതെ വില അന്വേഷിച്ച് വരുന്ന ഒരാളെയും വെറുതെ വിസിറ്റ് ചെയ്ത് പോകുന്ന ആളെയൊക്കെ ഒരേപോലെ നമുക്ക്, അല്ലെങ്കിൽ ഏതിലാ ഒരേപോലെ നമുക്ക്. ഇപ്പം ഞാൻ ഏറ്റവും നല്ല കസ്റ്റമർ അത് വിചാരിച്ചോട്ടെ, അദ്ദേഹത്തിന് അതേ കൊടുത്തതിന് ഇപ്പുറത്ത് കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അത് വേറെ അല്ലേ, മൈൻഡ് സെറ്റും എല്ലാം ഒരേ സമയമൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. ഇപ്പം ഇതിനെക്കുറിച്ച്, അതായത് വരുന്ന ഒരു കസ്റ്റമർ പോലും ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടെന്ന് പറഞ്ഞു. അതെ. എന്തൊക്കെ കൂടുതൽ ഇൻപുട്സ് ആണ്, എന്തൊക്കെയാണ് ഹനീഫിക്ക പരീക്ഷിച്ചിട്ടുള്ളത് ഇത്തരത്തിലൊരു കാര്യത്തിലോട്ടെത്താൻ? ഞാൻ അവിടെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം നമ്മൾ അവിടെ വിൽക്കുന്നത് പ്രൊഡക്റ്റ് മാത്രമല്ല, ഒരു പർച്ചേസിങ് ടൈം വിൽക്കുന്നുണ്ട്. കസ്റ്റമറെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ടൈം അതിനൊരു വാല്യൂ ഉണ്ട്. അതെ. അത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അത് ഹനീഫിക്ക തന്നെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഷോപ്പിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും നമുക്ക് നമ്മളുടെ കസ്റ്റമർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് ഹനീഫിക്ക പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ? ആ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കസ്റ്റമേഴ്സിൽ 90% റീറ്റെയിൻഡ് ആണ്. ഞാൻ പറയും എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും എൻ്റെ കസ്റ്റമേഴ്സ് ആവുന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ ഡോറിനൊരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഹനീഫിക്ക എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഷോപ്പിലോട്ട്. ഞാൻ എൻ്റെ ഡോറിൽ ആദ്യം തന്നെ ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ആർ ദി കേപ്പബിൾ? ക്വാളിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇവിടെ അതില്ല. നമ്മളുടെ അവിടെ ഡോർ ഓപ്പൺ ആണ്. ട്രീറ്റ് ചെയ്യുന്നിടത്തും ക്വാളിഫൈ ചെയ്യാതെ നമുക്ക് ഒരിക്കലും വിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഒരാൾ വാങ്ങാനേ വന്നിട്ട് അങ്ങനെ. അപ്പോൾ എന്താണ് ഹനീഫിക്ക ഇപ്പം നേരത്തെ വരുന്ന എല്ലാവരും വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ എല്ലാവരും തന്നെയാണ് വേണം? ഇതില്ലാതെ നമുക്ക് വളരാൻ കഴിയില്ല. ഞാൻ എൻ്റെ ഷോപ്പിനകത്ത് വരുന്ന ആളുകളെ കൺവേർട്ടിംഗ് റേഷ്യോ നോക്കുന്നില്ല എങ്കിൽ അത് നമ്മൾ 99% കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം. പിന്നെ ഞങ്ങളുടെ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ക്വാളിറ്റി, ഒരു വിലയുടെ ആവശ്യമില്ല. ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടിക്കറ്റ് സെയിൽ അല്ല അവിടെ നടക്കുന്നത്, വലിയ ടിക്കറ്റ് സെയിൽ. അവരുടെ കയ്യിൽ ആ ക്യാഷ് പോലും ഇല്ലാത്ത ഒരാൾ കയറി വന്നിട്ട് ഈ വലിയ ടിക്കറ്റിനെ കുറിച്ച് സംസാരിച്ചാൽ നിങ്ങളെ സമയം നഷ്ടമാണ്. പക്ഷെ ഞങ്ങളെ ഇതിനെ സംബന്ധിച്ച് ചെറിയ 1 ദിർഹംസിന്റെ സാധനം മുതൽ ഞങ്ങൾക്ക് അവിടെ ഒരു 15,000 ദിർഹംസിന്റെ സാധനം വരെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അവിടെ ഒരു ഫിൽറ്ററുടെ ആവശ്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ ആളുകളോട് പറയാറ്, ഒരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ കൂടെ 3 പേരോ 4 പേരോ വന്നു എന്ന് വിചാരിച്ചോ, ഇത് കാണാനും വെക്കാൻ അവരൊക്കെ സെപ്പറേറ്റ് കസ്റ്റമേഴ്സ് ആയിട്ട് പരിഗണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവരെ കയ്യിലൊക്കെ ഫോണുണ്ട്. അവർക്ക് ലെതർ കേസ് ആവശ്യം ഉണ്ടാവാം, സ്പീക്കർ ആവശ്യം ഉണ്ടാവാം, പല സാധനം ആവശ്യം ഉണ്ടാവും. നമ്മൾ അവരോട് ഇയാളെ മാത്രം കണക്ട് ചെയ്തിട്ട് സംസാരിച്ച് അയാൾക്ക് മാത്രം വിൽക്കുകയും ഇവരെ ഒന്നും കാണാതിരുന്നാൽ നമുക്കാണ് നഷ്ടം. ഇവരെ കൊണ്ട് പലതും അവരുടെ ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഒരു സെയിൽസ്മാൻ വേണ്ടത്. ഇങ്ങനെയാണ് ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരോട് റാപ്പോ ബിൽഡ് ചെയ്യണം. എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. ഇപ്പോൾ പല യാത്രയിൽ പോലും ചിലപ്പോൾ നമുക്കൊരു പവർ ബാങ്ക് വേണം തോന്നിയിട്ടുണ്ടാകും. ഷോപ്പിലേക്ക് ഫ്രണ്ടിന്റെ കൂടെ വരുന്ന സമയത്ത് പോലും നമ്മളത് മറന്നു പോകും. ആ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ള സെറ്റിങ്സ് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് അത് ഓർമ്മിപ്പിക്കാൻ മറക്കാതിരിക്കാൻ അവരുടെ കയ്യിൽ അതിനുവേണ്ട സ്ലിപ്പുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും ഇവരുടെയൊക്കെ കൺവേർട്ട് ചെയ്ത് ഒരാവശ്യമില്ലാതെ വന്നാൽ പോലും അവിടെ എത്തുമ്പോൾ അവന് ആവശ്യമുള്ളത് തന്നെ അവന് ഓർമ്മിപ്പിക്കാനുള്ള സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട്.